സ്റ്റേജിൽ കയറി മൈക്ക് എടുക്കുമ്പോഴത്തേക്ക് സംസാരിക്കാൻ വിടാണ്ട് എനിക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകത്തില്ല. അതൊരു 16 വയസ്സ് കുഞ്ഞാണ്, ലിറ്ററലി ചൈൽഡ് ആയിരുന്നു. പക്ഷെ അന്നത്തെ അഹങ്കാരിയായിരുന്നു എന്താ ശരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഇന്നാണ് ആൾക്കാർ അത് അംഗീകരിക്കുന്നത്. അപ്പൊ എനിക്ക് സന്തോഷം തോന്നുന്നു സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് മാറുന്നുണ്ട് എന്നുള്ളതിൽ. ഇൻഫാക്ട് ഞാനും അതേ കാറ്റഗറി തന്നെ ആയിരുന്നു. ആദ്യത്തെ ഒരു വർഷം ഉറങ്ങിയിട്ടില്ല. എല്ലാ പേരൻസിന്റെയും പോലെ തന്നെയാണ്. കുഞ്ഞെന്തിനാ കരയുന്നതെന്ന് അറിയില്ല, അതിനെന്ത് കൊടുക്കണം എന്നറിയില്ല, എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയില്ല, എങ്ങനെ എന്റർടൈൻ ചെയ്യണം എന്നറിയില്ല. അവൾക്ക് വയസ്സ് 4 ആവുന്നേ ഉള്ളൂ എങ്കിലും അവൾ എന്നെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന അവൾക്ക് അറിയത്തില്ല എങ്കിലും പെർമിഷൻ ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ ഹൗസ്. ഒറ്റക്കുട്ടിയായിട്ട് വളരുന്ന ആ ഒരു അത് സിബ്ലിങ്സ് ഉള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. താൽക്കാലികത ഉണ്ടല്ലോ, ബിക്കോസ് വി ആർ ഓൾ ടെമ്പററി ക്രീച്ചേഴ്സ്. ആ എൻഡ് പോർഷൻ വരുമ്പോൾ ഞാൻ ലോൺലി ആയി പോകുമോ, ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫിലോട്ട് പോകുമ്പോഴത്തേക്കും സിമിലർ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി നമുക്ക് എന്തും തുറന്നു പറയാവുന്ന, നമ്മുടെ 100% നമുക്ക് വേണ്ടി നന്മ വിചാരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് ബെനിഫിറ്റ്. 30 years സിനിമയില് ഇങ്ങനൊന്നും പറയല്ലേ കുട്ടി. അത്രയും ചെറിയ പ്രായത്തിൽ തുടങ്ങിയതല്ലേ. അതെ. അപ്പൊ പിന്നെ ആ ഒരു 30 years എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവം തന്നെയാണ്. ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 30 years ഇൻ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സംഭവം തന്നെയാണ്. സ്റ്റിൽ നല്ല നല്ല പടങ്ങളുടെ ഭാഗമാവുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, ദിവ്യയിൽ നിന്ന് അഭിരാമിയിലേക്കുള്ള ഒരു യാത്രേനെ എങ്ങനെയാ ചേച്ചി പറയുന്നുണ്ടാവുക? യാത്ര എന്ന് പറയുവാണെങ്കിൽ ഞാൻ ഒരെണ്ണത്തിന് വിട്ട് മറ്റൊരെണ്ണത്തിൽ പോയിട്ടില്ല. ഞാനിങ്ങനെ പെൻഡുലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുവാണ്. എന്നും പാർട്ട് ഓഫ് മീ വിൽ ബി ദിവ്യ, എന്നും പാർട്ട് ഓഫ് മീ വിൽ ബി അഭിരാമി. ആ ഫസ്റ്റ് ചുവട് വെക്കുമ്പോഴത്തേക്കും ഒരു ആങ്കറായിട്ട് ചുവട് വെച്ച് ഈ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോഴത്തേക്കും എടുത്തൊരു ഡിസിഷനാണ് അഭിരാമി എന്ന പേരിനെ സ്വീകരിക്കുക എന്നുള്ളത്. അതിന് പിന്നിലൊരു കഥയുണ്ടല്ലേ? അതെല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ഗുണാന്ന്. അതെ. പക്ഷെ ദാറ്റ് വാസ് ഒരു 14-15 വയസ്സുകാരിക്കുള്ള ഒരു അഫെക്ഷൻ ടുവേർഡ്സ് ദ പേരിന് ഉപരി വേറൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇത്രയും വലിയൊരു ജേർണി ആകുന്നു. ഇന്നും എൻ്റെ 40ാമത്തെ വയസ്സുകളിൽ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും ഒരു ബ്രേക്ക് ഒക്കെ എടുത്തതൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചും വന്ന് ഇത്രയും സജീവമായിട്ട് ഈ ഇൻഡസ്ട്രി ഒന്നാമത് എന്നെ സ്വീകരിക്കും എന്നുള്ളതും ഓഡിയൻസിനും എന്നിലുള്ള ഇഷ്ടവും അക്സെപ്റ്റൻസും ഇനി കുറയാതെ പോകും എന്നുള്ളതിന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ അതിന് എന്നും നന്ദിയുണ്ട്. പിന്നെ മോള് പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എഴുതപ്പെടുന്നുണ്ട്, അത് എന്നെ തേടി വരുന്നുണ്ട്, അതെനിക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. ഓൾ ഓഫ് ദിസ് ഇസ് വെരി ലക്കി എന്നുള്ള രീതിക്കാണ് ഞാൻ കാണുന്നത്. ഏതോ ഒരു സംതിങ് എപ്പോഴോ ഏതോ ഒരു ജന്മത്തെ നല്ല കാര്യം ചെയ്തിട്ടുള്ള എല്ലാം കൂടെ ചേർന്ന് വെച്ച് കർമ്മ ഇപ്പൊ എടുത്തു തരുന്നു എന്നുള്ള രീതിക്കാണ് ഞാൻ കാണുന്നത്. അതെ, അത്രയും ചെറിയ പ്രായത്തിൽ തുടങ്ങിയെന്ന് പറഞ്ഞു. 11 years 11 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്താണ് കഥാപുരുഷൻ. അതിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അങ്ങോട്ട് മലയാളത്തിൽ തന്നെ നല്ല ഒരുപാട് ചിത്രങ്ങൾ, എനിക്ക് തോന്നുന്നു ചേച്ചി വളരെ കുറച്ച് ചിത്രങ്ങളെ മലയാളം ചെയ്തിട്ടുള്ളൂ. ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങളായിരുന്നു. ആരും എടുത്ത് പറയുന്ന വേഷങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്കിലും അന്ന് അത്രയും ചെറിയ കുട്ടിക്ക് കിട്ടിയ ഒരു ഫെയിം ഉണ്ടല്ലോ, അതിനന്ന് അങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിന് ഞാൻ അച്ഛനും അമ്മയ്ക്ക് തന്നെ നന്ദി പറയണം. അവർ ആ ഒരു ഫെയിമില് ഒഴുകിപ്പോവാതെ എന്നെ കാത്തു സൂക്ഷിച്ച് കൊണ്ടുവന്നു. ഒരു ബ്ലൈൻഡേഴ്സ് ഇട്ട കുതിരയെ പോലെ നല്ല പോലെ എനിക്ക് ആ ഗ്രൗണ്ടഡ്നെസ് തരുമായിരുന്നു. വീട്ടിൽ പോയി കഴിഞ്ഞാൽ സാധാരണ കുട്ടി പോലെ തന്നെ എല്ലാം ചോഴ്സ് ഞാൻ തന്നെ ചെയ്യണം. എൻ്റെ ഇപ്പോൾ തുണി മടക്കി വെക്കുക, അത് പാത്രം കഴുകുക, അല്ലെങ്കിൽ വീട് വൃത്തിയാക്കാൻ ഹെൽപ്പ് ചെയ്യുക, ഇതെല്ലാം എത്ര തന്നെ ഒരു സിനിമ സെറ്റിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഗ്രൗണ്ടഡ് ഫാക്ടറിലോട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. ജോലി ചെയ്യാൻ പോയി തിരിച്ചു വന്നു. അത്രേ ഉള്ളൂ. അതിനേക്കാളും നീ വലിയ ആളാണെന്നോ, നീ സമ്പാദിക്കുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ ആൾക്കാരെ നിന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ, അതൊന്നും എൻ്റെ തലയ്ക്ക് പോകാനായിട്ട് അവർ സമ്മതിച്ചിട്ടില്ല. ആ ഒരു ഫൗണ്ടേഷൻ ഞാൻ എന്നും കീപ്പ് ചെയ്യുന്നുണ്ട്. സോ ചെറിയ വയസ്സിൽ എനിക്കത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നുള്ളൂ. ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റുകയും അവരുടെ കഥകൾ കേൾക്കാൻ പറ്റുകയും ഒരുപാട് കാഴ്ചപ്പാടുകൾ അനുഭവിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നത് ഒരു 15 to 21 എന്നുള്ള ഫോർമേറ്റീവ് ഇയേഴ്സിൽ കിട്ടുന്ന വളരെ ചുരുക്കം ആൾക്കാർക്കേ അത് കിട്ടുള്ളൂ. ഐ ഫീൽ വെരി ലക്കി ആ ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടിയത്. ബട്ട് ദ ഗ്ലാമർ ഓഫ് ഇറ്റ്, ദ ഫെയിം ഓഫ് ഇറ്റ്, എനിക്ക് അന്നും ഇന്നും അതല്ല എൻ്റെ നോട്ടം. ഒരു ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ ആണ് എനിക്ക് എപ്പോഴും എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് അന്നും അതെ ഇന്നും അതേ ഇരിക്കുന്നത്. അത്രയും ചെറിയ പ്രായത്തിൽ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, അപ്പം ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഫെയിമിനേക്കാളൊക്കെ ഉപരി ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത്തരം റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഇന്നത്തെ അഭിരാമിനെ ഷേപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് നമ്മൾ ഇപ്പം ക്ലാസ്സിൽ പോയി പഠിക്കുന്നതിനേക്കാളും നമ്മൾ പുറത്തെ ജീവിതത്തിൽ ഓരോ ദിവസം കാണുന്ന പഠനങ്ങളല്ലേ നമ്മളെ ഷേപ്പ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, ഇല്ലെങ്കിൽ ഒരു സക്സസ്സിനെ എങ്ങനെ നേരിടണം, ഒരു ഫെയിലിയറിനെ എങ്ങനെ നേരിടണം. ഇൻഫാക്ട് ഐ വുഡ് സേ ദാറ്റ് ഫെയിലിയർ ടീച്ചേഴ്സ് യു എ ലോട്ട് മോർ ദാൻ സക്സസ് ഡസ്. അപ്പം ചില പടങ്ങളൊന്നും നല്ല പോലെ പോവില്ല, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോഴത്തേക്കും അന്ന് ഇത്രയും വിഷ്യസ് ആയിട്ടുള്ള ട്രോളിങ് ഇല്ല എങ്കിൽ പോലും
ഞാൻ ചെയ്ത ചില ക്യാരക്ടേഴ്സിന് എനിക്ക് ഒരുപാട് ട്രോളിങ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതൊക്കെ വലിയ പാഠങ്ങൾ തന്നെയാണ്. സോ ഒരു 16-17 വയസ്സിൽ കിട്ടുന്ന പാഠങ്ങൾ ഇറ്റ് ഡെഫിനറ്റ്ലി ഷേപ്സ് യു. അത് ജീവിതത്തിലുള്ള ഔട്ട്ലുക്കിനെ മാറ്റും. സോ ഐ ഫീൽ ലൈക്ക് ടുഡേ ഞാൻ നിൽക്കുന്ന ഒരാൾ അതിൻ്റെ എല്ലാ എക്സ്പീരിയൻസസിനെയും ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് എൻ്റെത്. അതെ, ട്രോളിന്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു അന്ന് ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു അല്ലേ? ഒരുപാട് പേര് കുറ്റം പറഞ്ഞിട്ടുണ്ടാവും അന്നത്തെ അഹങ്കാരിനെ. പക്ഷെ അന്നത്തെ അഹങ്കാരിയായിരുന്നു എന്താ ശരിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്നാണ് ആൾക്കാർ അത് അംഗീകരിക്കുന്നത്. അത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? അന്ന് നമുക്കത് കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ പെരുമാറുന്നേ, അയ്യോ പാവം പെങ്ങന്മാര്, അങ്ങനെയൊക്കെയല്ലേ ഞാൻ അടക്കമുള്ളത്, അങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് എവിടെയൊക്കെയോ അയാളുടെ ഒരു ശരിയുണ്ട് എന്ന് ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? അത് എനിക്ക് സന്തോഷം തോന്നുന്നു. സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് മാറുന്നുണ്ട് എന്നുള്ളതിൽ. ഇൻഫാക്ട് ഞാനും അതേ കാറ്റഗറി തന്നെ ആയിരുന്നു. ഞാനും വിശ്വസിച്ച് ചെയ്തിരുന്നത് ഒരു അഹങ്കാരി എന്നുള്ള രീതിയിലാണ് തന്നെ ഞാൻ ആ കഥാപാത്രം അഭിനയിക്കുമ്പോഴും എനിക്ക് അത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. പക്ഷെ സൊസൈറ്റിയും നമ്മളും എല്ലാവരും ഇപ്പോൾ കുറച്ചുകൂടെ വേറെ രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളത് ഐ തിങ്ക് ഇറ്റ്സ് നല്ല മാറ്റം തന്നെയാണ്. ആൻഡ് ഇറ്റ്സ് അബൌട്ട് ടൈം. ആ മാറ്റം വരേണ്ട സമയം കഴിഞ്ഞു. സോ എല്ലാവരും അങ്ങനെ ഒരു പ്രോഗ്രസീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങണം. അത് അറിയുന്നതിൽ സന്തോഷം തന്നെയാണ്. അന്ന് കോളേജിലൊക്കെ പോയപ്പം കുറെ പേര് കൂവിയിട്ടൊക്കെ ഉണ്ടെന്ന് കേട്ടു. പിന്നെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാതിരിക്കാം, കമന്റ്സ് വായിക്കാതിരിക്കാം. പക്ഷെ അന്ന് നേരിട്ടിട്ടായിരുന്നില്ലേ? അതിനെങ്ങനെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ഒത്തിരി പ്രാവശ്യം വിഷമം വന്നിട്ടുണ്ട്. കുറേ ഇങ്ങനെ കോളേജ് ഇവൻസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഇവൻസിനൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ സ്റ്റേജിൽ കയറി മൈക്ക് എടുക്കുമ്പോഴത്തേക്ക് സംസാരിക്കാൻ വിടാണ്ട് എനിക്ക് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവത്തില്ല. ബിക്കോസ് എനിക്ക് തന്നൊരു പണി ഞാൻ ചെയ്തു. അത് ഞാനല്ലല്ലോ, എൻ്റെ ക്യാരക്ടർ അല്ലേ. അപ്പൊ ക്യാരക്ടർ ഇതാണ്. അന്ന് എനിക്ക് 15 വയസ്സുണ്ട്, 16 മാക്സിമം. ഒരു 16 വയസ്സ് കുഞ്ഞാണ്, ലിറ്ററലി ചൈൽഡായിരുന്നു. ഒരു വേദിയിൽ വിളിച്ച് വരുത്തിയിട്ട് ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഒരു 16 വയസ്സുകാരിക്ക് നോൺ സ്റ്റോപ്പ് ഒരു 2-3-4 മിനിറ്റ് ഇങ്ങനെ കൂവലേറ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ബ്ലോ ടു ദ കോൺഫിഡൻസ്. അത് ശരിക്കും കഷ്ടം തന്നെയായിരുന്നു. ശരിക്കും സങ്കടം വന്ന നിമിഷങ്ങളുണ്ട്, ശരിക്കും വേദനിച്ച നിമിഷങ്ങളുണ്ട്. പക്ഷെ ദെൻ യു മൂവ് ഓൺ. ദെൻ നമ്മുടെ ഒരു മനസ്സിലകത്തുള്ള ഒരു ക്ലാരിറ്റി നമ്മൾ നഷ്ടപ്പെടാതെ വെക്കുക. ഇത് ഞാനല്ല, എന്നെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുവല്ല, ആ ക്യാരക്ടറിനോടുള്ള ഹേറ്റാണ് എനിക്ക് കിട്ടുന്നത് എന്നുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചു എൻ്റെ പേരൻസും എൻ്റെ ഫ്രണ്ട്സും. അവരൊക്കെ കുറച്ച് ഗൈഡ് ചെയ്ത് ഇത് കുഴപ്പമില്ല, നീ പേഴ്സണലായിട്ട് എടുക്കരുത്, ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു വിക്ടറിയാണ്, അത്രത്തോളം നിന്റെ ക്യാരക്ടറിനെ ഹേറ്റ് ചെയ്തുകൊണ്ടാണ് നിനക്ക് ഇത്രയും ഹേറ്റ് കിട്ടുന്നത്. ബിക്കോസ് they're not able to separate you from the character. So it's a win. ഇപ്പൊ കീരിക്കാടൻ ജോസിനെ നമ്മൾ ആലോചിക്കുവാണെങ്കിൽ ദേഷ്യമല്ലേ വരത്തുള്ളൂ, അല്ലാതെ ആ ക്യാരക്ടറിനോട് എന്ത് നല്ലൊരു നടൻ എന്നല്ലല്ലോ നമ്മൾ പറയാ. അതേപോലെ ഒരു വിക്ടറി ആണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചുകൊണ്ട് ഐ വാസ് ഏബിൾ ടു ഡീൽ. പക്ഷെ ഇന്ന് ഡെഫിനറ്റ്ലി ഒരു റിഡംഷൻ ഉണ്ട്. പിന്നീടുള്ള കഥാപാത്രങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, ഇത് സോഷ്യലി എത്രത്തോളം അത് ഇമ്പാക്ട് ഉണ്ടാക്കും, അങ്ങനെ ഒരു സംഭവം പിന്നീട് ഇല്ല, അത് അങ്ങ് വിട്ടു. അത്ര ആലോചിക്കാനുള്ള മെച്യൂരിറ്റി ഒന്നും ഇല്ലെന്നേ. നമുക്ക് നല്ല പടങ്ങൾ വരുന്നു, നമ്മൾ ചെയ്യുന്നു. പിന്നെ എനിക്ക് അന്ന് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ് വർക്ക് ചെയ്യാൻ പറ്റിയത്. ജോഷി സാറാവട്ടെ, ജയരാജ് സാറാവട്ടെ, രാജസേനൻ സാറാവട്ടെ, ഓൾ ഓഫ് ദോസ് ഡയറക്ടേഴ്സ്, അടൂർ ഗോപാലകൃഷ്ണൻ സാറാവട്ടെ, ഹൈ ടോപ്പ് ടിയർ ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പം അതിനുപരി ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ല, എനിക്ക് അതിനുള്ള മെച്യൂരിറ്റി ഇല്ല, അതിനുള്ള അറിവില്ല. സോ ഡിഫർ ടു ദെയർ എക്സ്പീരിയൻസ്. അത്രേ ഉള്ളൂ. ഇപ്പം അടൂർ സാറിൻ്റെ സിനിമയിൽ തുടങ്ങാന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലിയൊരു സംഭവമാണ്. അത്ര ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടറോടൊപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അന്നൊന്നും സിനിമ വലിയ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല, ഇതന്നെ കണ്ടിന്യൂ ചെയ്യണം. ഷൂട്ട് ചെയ്യുമ്പോഴും ഇല്ല ബിക്കോസ് അവിടെ ആ സെറ്റിൽ 3-4 പിള്ളേരുണ്ട്, എൻ്റെ അതേ സമപ്രായക്കാരായിട്ടുള്ള പിള്ളേരുണ്ട്. ഞങ്ങൾ അവിടെ ഇങ്ങനെ കൊന്നിക്കളിയും എല്ലാ മാർബിൾസ് വെച്ചിട്ടുള്ള കളിയും അതൊക്കെ കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കടങ്കഥ പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കും, ഡംഷറാസ് കളിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോട്ടിനും ഒന്ന് വിളിക്കും, എന്തെങ്കിലും പറഞ്ഞു തരും, അതങ്ങ് ചെയ്യും, തിരിച്ചു പോയി കളിക്കും. സ്കൂളിൽ പോണ്ട, അത് മാത്രമായിരുന്നു മെയിൻ ആയിട്ടുള്ള അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എങ്കിലും ആക്ടിംഗ് ആണ് എൻ്റെ കരിയർ എന്ന് ചൂസ് ചെയ്തിട്ടുള്ള സമയം അതെപ്പോഴായിരുന്നു? അല്ലെങ്കിൽ ഇതിൽ തന്നെ തുടരണം എന്നുള്ളത് അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നോ? I think that happened maybe 2 years into the process. There was a turning point. എപ്പോഴാന്ന് വെച്ചാൽ എൻ്റെ 12ാം ക്ലാസ് പരീക്ഷ എഴുതാനായിട്ട് എനിക്ക് അധികം അറ്റൻഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പോയിന്റിൽ വെച്ചിട്ട് എനിക്ക് ആലോചിക്കണമായിരുന്നു, ഒന്നിലെ ഹൈസ്കൂൾ തീർക്കണം, അപ്പോൾ സിനിമയിൽ നിന്ന് കുറച്ച് വിട്ട് നിന്നിട്ട് വേണം ഹൈസ്കൂൾ തീർത്ത് അറ്റൻഡൻസ് ഒക്കെ തിരിച്ചു പിടിച്ച്
എഴുതണം, ഇല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റ് വന്നു. ഐ തിങ്ക് അപ്പോഴത്തേക്ക് ഞാൻ തമിഴിലും എൻറ്റർ ചെയ്തായിരുന്നു. ഐ തിങ്ക് ദാറ്റ് വാസ് പ്രോബ്ലി ദ ഫസ്റ്റ് ടൈം ഐ ചോസ് ഇറ്റ്, ആക്റ്റീവ്ലി ചോസ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെനി ഇയേഴ്സ് ലേറ്റർ, ഒരു 10 years ലേറ്റർ ഞാൻ US-ലുള്ളപ്പോഴത്തേക്കും അവിടെയുള്ള സ്റ്റേബിളായിട്ടുള്ള ജോബ് വിട്ടിട്ട് തിരിച്ചു വരാം എന്നുള്ളൊരു ചോയ്സ്. I've chosen cinema twice in my life. So I think those may be the biggest milestones. തമിഴിലത്തെ കാര്യം പറഞ്ഞു. മലയാളത്തിൽ പക്ഷേ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല, അതും ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8-10 അത്രയും സിനിമകൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടറായിരുന്നു. പക്ഷെ എങ്കിലും തമിഴിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ വന്നിട്ടുണ്ട്. അതും അവിടെ ഹിറ്റായിട്ട് മാറിയ കഥാപാത്രങ്ങൾ, അവിടെ ഇന്നും ആൾക്കാർ അത്രയും ആരാധിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും മലയാളത്തിൽ അപ്പം എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സംഭവം വന്നിട്ടുണ്ട്? അറിയില്ല, എനിക്ക് ഇന്ന് വരെ അത് മനസ്സിലായിട്ടില്ല. ഞാൻ ഇവിടെ ജനിച്ച് വളർന്ന കുട്ടിയാണ്, അതെ, നല്ലപോലെ മലയാളം പറയുന്ന ആളാണ്. തരക്കേടില്ലാതെ അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്തുകൊണ്ട് ക്ലിക്കായില്ല എന്നുള്ളത് എനിക്കിതുവരെ അറിയില്ല. ക്ലിക്കാവായില്ല കേട്ടോ, പക്ഷേ ഈ ഒരു ഗ്യാപ്പാ വന്നിരിക്കുന്നത്. ക്ലിക്കാവായില്ല കാരണം അത്ര എല്ലാ ക്യാരക്ടേഴ്സും നമ്മൾ ഇന്ന് എടുത്ത് പറയുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്, പക്ഷെ ആ കണ്ടിന്യൂറ്റി എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല. ദേവസായ നല്ല ബിസി ആയിട്ട് തന്നെ വേറെ ലാംഗ്വേജസിൽ പോയി, അതുകൊണ്ട് ഇത് വലിയൊരു ഇതായിട്ട് തോന്നിയില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട് മലയാളത്തിൽ ഇനിയും സജീവമാകണം, മലയാളത്തിൽ ഇനിയും ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ഇതാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവൈലബിൾ ആണ്, പ്ലീസ് എന്നെ സമീപിക്കുക. തമിഴിൽ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. തമിഴിലൊരു സ്റ്റാർഡത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നുണ്ട്. നല്ല കുറേ കഥാപാത്രങ്ങൾ വലിയ വലിയ സ്റ്റാർസിനൊപ്പം വലിയ വലിയ ഡയറക്ടേഴ്സിനൊപ്പം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ ഞാനിതിൽ എപ്പോഴും ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടേ നിൽക്കാറുള്ളൂ. ബിക്കോസ് എനിക്ക് ഫിലിം ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ ആരുമില്ല. ഗോഡ് ഫാദേഴ്സ് ഒരിക്കലും ഉണ്ടായിട്ടില്ല, എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല. ടാലൻറ്റ് ആൻഡ് റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം, ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് എൻ്റെ കരിയർ എന്ന് പറയുന്നത്. ഹാർഡ് വർക്ക്, ഇത് മൂന്നും ഐ വുഡ് സേ ആർ ദി ഓൺലി തിങ്സ് ദറ്റ് ഹാവ് വർക്ക്ഡ് ഫോർ മീ അന്നും ഇന്നും. അത് കവിഞ്ഞുള്ള ഒരു സാധനം ലക്ക് എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള സാധനമല്ല. ഒരു ക്യാരക്ടർ എഴുതുമ്പോഴത്തേക്കും ഈ ക്യാരക്ടറിന് അഭിരാമീനെ കാസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും എന്ന് ആ എഴുതുന്ന ആൾക്ക് ആ നിമിഷത്തിൽ തോന്നണം. അത് തോന്നിപ്പിക്കുന്നത് അലൈൻമെന്റ് ഓഫ് സ്റ്റാർസ് ആണ്. അത് എൻ്റെ കയ്യിലുള്ള കാര്യമല്ല. ഈ വിരുമാണ്ടിയും അന്നലക്ഷ്മിയും ഒക്കെ എന്നും ഓർക്കുന്ന ആൾക്കാർ ഇല്ലേ, ഇപ്പോഴും ഇല്ലേ? പിന്നെ അവരുടെ ഒരു സ്നേഹത്തെ ഇന്നും എങ്ങനെ കാണുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ്. ഒരുപാട് ഒരു 25 വർഷം മുമ്പ് ചെയ്ത ക്യാരക്ടറിനെ ഇന്നും അതിനെ എടുത്തു പറഞ്ഞ്, അത് ആക്ച്വലി എനിക്ക് എല്ലാ ഭാഷയിലും ഉണ്ട്. തെലുങ്കിൽ ഒരു 2-3 ക്യാരക്ടേഴ്സ് അങ്ങനെ ഇന്നും എവിടെ പോയാലും എടുത്തു പറയുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. തമിഴിലും അതേപോലെ ഫസ്റ്റ് ഇന്നിങ്സിൽ പറയുകയാണെങ്കിൽ 2-3 ക്യാരക്ടേഴ്സ് അങ്ങനെ എടുത്തു പറയുന്നുണ്ട്. മലയാളത്തിൽ അറ്റ്ലീസ്റ്റ് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, കന്നഡയിലും ഉണ്ട്. സോ ഈവൻ അൻ ദ ഫസ്റ്റ് ഇന്നിങ്സ് ഒരു 4 to 6 years വർക്ക് ചെയ്തപ്പോഴും എല്ലാ ലാംഗ്വേജസിലും ഒത്തിരിയും ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു അറ്റ്ലീസ്റ്റ് 2 to 3 ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഇൻ ദ സെക്കൻഡ് ഇന്നിങ്സ് കുറേ അധികം ക്യാരക്ടേഴ്സ് ഇപ്പം എടുത്ത് പറഞ്ഞ് വരുന്ന കുറേ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനെങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ ഇറ്റ് ഗോസ് ബാക്ക് ടു ദി സെയിം ആൻസർ. ഇതിൽ എൻ്റെ പങ്കെന്ന് പറയുന്നത് ദർ ആർ എ ഫ്യൂ തിങ്സ്. അതിനേക്കാളും ഉള്ളത് ലക്കും. അതേ ഉള്ളൂ. അത് ദാറ്റ്സ് ഇറ്റ്. ഇതുപോലെ ആൾക്കാർ ഇത്രയും സംസാരിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സിനിമയിൽ നിന്ന് ഒരു നീണ്ട അവധി എടുക്കുന്നത്. അതും 1-2 കൊല്ലമല്ല, ഒരു 10 കൊല്ലത്തോളം സിനിമയിൽ നിന്ന് മാറി നിൽക്കും. അന്നത്തെ ആ സമയത്ത് അതൊരു വലിയൊരു ഭയങ്കരമായിട്ട് ഉള്ളിലൊരു സംഭവം തോന്നുന്ന ഒരു ഡിസിഷൻ ആയിരുന്നു. അത് ബുദ്ധിമുട്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്? അതോ ഇല്ല, അതങ്ങ് ബുദ്ധിമുട്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ ഒരു അഡ്വെഞ്ചറിൽ നിന്ന് വേറൊരു അഡ്വെഞ്ചറിലോട്ട് പോവുമായിരുന്നു. ഒരു അച്ഛനമ്മയുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്തൊരു കുട്ടി പെട്ടെന്ന് ഇതെല്ലാം വിട്ടിട്ട് പുതിയൊരു കൺട്രിയിൽ പോയിട്ട് തനിയെ താമസിച്ച് ഒരു ക്യാമ്പസിൽ തന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക, ഒരു പുതിയൊരു കൾച്ചറിലോട്ട് പോവുക, ഇതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. അതൊരു പുതിയ അഡ്വെഞ്ചറായിട്ടേ ഞാൻ കണ്ടുള്ളൂ. ഇൻഫാക്ട് ഐ റിയലി എൻജോയ്ഡ് ദി അനോണിമിറ്റി. അവിടെ എന്നെ മനസ്സിലാക്കുന്നയോ എന്നെ അറിയുന്നയോ ആൾക്കാരും ഇല്ല. സോ ഐ കുഡ് റിയലി ബി ട്രൂ ടു മൈസെൽഫ്. ഞാൻ ആരാണോ അതെനിക്ക് തന്നെ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടേ ഞാൻ കണ്ടുള്ളൂ. തന്നെ ആ ഒരു ജീവിതവും ഞാൻ എൻജോയ് ചെയ്തു. പഠിച്ചു കഴിഞ്ഞു, 1-2-3 വർഷം വർക്ക് ചെയ്തു, അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു. ഓൾ ഓഫ് ദോസ് തിങ്സ് ആർ വെരി ഹൈലി ഷേപ്പിംഗ് ഇവൻറ്റ്സ് ഇൻ യുവർ ലൈഫ്. അത് ആ ഫ്ലോയിൽ ഞാനങ്ങ് പോവായിരുന്നു, ഇത്രയേ ഉള്ളൂ. എങ്കിലും എപ്പോഴെങ്കിലും ഇത്രയും സ്റ്റാർഡം ഉണ്ടായിരുന്ന സമയമായിരുന്നല്ലോ, എപ്പോഴെങ്കിലും ആ ഒരു സ്റ്റാർഡം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു? പറഞ്ഞു ഇതിൽ ഇങ്ങനത്തെ ഒരു മെറ്റീരിയലിസ്റ്റിക് സംഭവത്തിലൊന്നും അങ്ങനെ ഇതുണ്ടായിരുന്നു, അങ്ങനെ ചിന്തയേ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എങ്കിലും സ്റ്റിൽ പഴയ സിനിമകൾ കാണുമ്പോഴാവാം സ്റ്റാർഡമിനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ വുഡ് സേ
ചില സിനിമകൾ കാണുമ്പോഴത്തേക്കും, നല്ല റോളുകൾ കാണുമ്പോഴത്തേക്കും ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. എൻ്റെ ജനറേഷൻ കഴിഞ്ഞിട്ട് വന്ന കുറച്ച് കുട്ടികളുടെ പടങ്ങൾ, ഇപ്പം നവ്യ ചെയ്ത ക്യാരക്ടേഴ്സ് ആവട്ടെ, കാവ്യ ചെയ്ത ക്യാരക്ടേഴ്സ് ആവട്ടെ, മമതയുടെ കുറേ ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ഒക്കെ കാണുമ്പോഴത്തേക്കും ഐ മിസ് ദാറ്റ് ക്രിയേറ്റീവ് ഔട്ട്ലെറ്റ്. അത് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലാണ്ട് ചില സെറ്റിലെ ഫുഡ് മിസ് ചെയ്യുമായിരുന്നു ഞാൻ. സെറ്റിൽ, എസ്പെഷ്യലി മലയാളം സെറ്റിൽ രാവിലെ പുട്ടും പഴവും, ഇല്ലെങ്കിൽ വൈകുന്നേരം കിട്ടുന്ന പഴംപൊരിയും, അതൊക്കെ നല്ലപോലെ മിസ് ചെയ്യുമായിരുന്നു. അങ്ങനത്തെയൊക്കെയാണ് മിസ്സിങ് വന്നിട്ടുണ്ടായിരുന്നത്. കൊള്ളാം. പക്ഷേ ഈ 10 വർഷത്തിന് ശേഷം തിരിച്ചു വരാൻ തീരുമാനമെടുക്കുന്നു. എല്ലാവർക്കും ഈ ഒരു സെക്കൻഡ് ഇന്നിങ്സ് എന്ന് പറയുന്നത് അത്ര നല്ല സംഭവം ആവണമെന്നില്ല. നമ്മൾ അത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് പിന്നെ കിട്ടാതെ വരാം, പല പല കാര്യങ്ങൾ കൊണ്ട്. ചേച്ചിക്ക് എന്തുകൊണ്ടോ അങ്ങനെ നേരത്തെ പറഞ്ഞ ഭാഗ്യം അവിടെയും ഉണ്ടായിട്ടുണ്ട്. വന്നതെല്ലാം അത്രയും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവം. എങ്കിലും രണ്ടാമത്തെ ഒരു ഇന്നിങ്സിന് ഇറങ്ങുമ്പോൾ ഉള്ളിലെ ഡൗട്ട് എന്തായിരുന്നു? ഡൗട്ട് ഉണ്ടായിരുന്നോ ശരിക്കും? ഇല്ല, ഡൗട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഇത് ജയം തോൽവി എന്നുള്ളൊരു ടെൻഷൻ ഇല്ലായിരുന്നു മനസ്സിൽ. ബിക്കോസ് ഐ ഹാഡ് എ ഡിഗ്രി. എനിക്കിത് വർക്കൗട്ട് ആയില്ലെങ്കിൽ തിരിച്ച് പോയിട്ട് എനിക്കൊരു ജോലി എടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇഷ്ടപ്പെട്ടൊരു പണി നമുക്ക് ഉപേക്ഷിക്കേണ്ട, തിരിച്ചൊന്ന് പയറ്റി നോക്കാം എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റോടുകൂടി മാത്രമേ ഞാൻ ഇതിനെ അപ്രോച്ച് ചെയ്തുള്ളൂ. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ബിക്കോസ് ആൾക്കാർ പറയും നമ്മളൊരു ഇൻ്റർവ്യൂ പോകുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്യുക, തലേ ദിവസം വരെ ഫുള്ളായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇൻ്റർവ്യൂവിന് പോകുന്ന അന്ന് എനിക്ക് ഈ ജോലി വേണ്ട എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡോടുകൂടി ഇൻ്റർവ്യൂവിന് മുന്നിൽ പോയിരിക്കുക. എന്നാലേ നമുക്ക് ആ ജോലി കിട്ടുള്ളൂ, ആ ഇൻ്റർവ്യൂ നമുക്ക് നേരിടാനുള്ളൊരു ശക്തി നമുക്ക് കിട്ടുള്ളൂ എന്നാണ് കോർപ്പറേറ്റ് വേൾഡിലെ ട്രെയിനിങ്ങിൽ പറയാം. മൈ ആറ്റിറ്റ്യൂഡ് വാസ് സംതിങ് സിമിലർ. ഇതില്ലേലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഞാൻ പോയത്. ബട്ട് ലക്കിലി ഇറ്റ് വർക്ക്ഡ് ഔട്ട് ഇൻ മൈ ഫേവർ. സോ ദാറ്റ്സ് എ ബോണസ്. ആ രണ്ടാമത്തെ ഇന്നിങ്സിൽ വരുമ്പോഴത്തേക്ക് ആക്ടേഴ്സിനെ എങ്ങനെ തിരഞ്ഞെടുക്കണ്ടായിരുന്നേ? അവിടെ ഫസ്റ്റ് ഇന്നിങ്സിൽ അങ്ങനെ തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നോ? അതോ വരുന്ന ഏതൊക്കെ നല്ല റോൾസ് ഉണ്ടോ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ ലോങ് ടേം കരിയറിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ സ്റ്റിയർ ചെയ്യാൻ പറ്റും, ആ ഒരു അത്രയും ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും there are some movies that I do for my heart, some movies that I do for the money, some movies that I do for my strategic move. Okay. So I'm a little bit more deliberate about my choices. ഈ ഒരു ജേർണിയിൽ ഇപ്പം ഫസ്റ്റ് ഇന്നിങ്സിൽ സപ്പോർട്ടായിട്ട് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, സെക്കൻഡ് ഇന്നിങ്സിൽ ഹസ്ബൻഡാണ് കൂടുതലായിട്ടുള്ളത്. നന്ന ചെറുപ്പത്തിൽ പരിചയമുള്ള ആൾക്കാരാണ്. ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒരു മാരേജിലേക്ക് എത്തിയ ഒരു സംഭവമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടിനെ എങ്ങനെയാ പറയാൻ പറ്റും? പുള്ളിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഞാൻ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. പുള്ളിയുടെ മാത്രമല്ല എൻ്റെ മകളുടെ സപ്പോർട്ടുണ്ട്. അവൾക്ക് വയസ്സ് 4 ആവുന്നേ ഉള്ളൂ എങ്കിലും അവൾ എന്നെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന അവൾക്ക് അറിയത്തില്ല എങ്കിലും അവളുടെ ആ ഒരു പെർമിഷൻ ടു സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ ഹൗസ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനൊരു ഷൂട്ട് സ്കെഡ്യൂളിൽ പോകുമ്പോഴത്തേക്ക് അവൾക്ക് ടാറ്റ പറയുമ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ടാറ്റ പറയുന്ന ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എത്രത്തോളം ഒരു ബൂസ്റ്റ് ആണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സെയിം വിത്ത് മൈ ഹസ്ബൻഡ്. പുള്ളിയുടെയും നീ പോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ അത് വാക്കുകളിൽ പറയുന്നൊരു കാര്യമല്ല. ബട്ട് ഐ നോ ദാറ്റ് ഹീസ് ഗോട്ട് ഇറ്റ്. വീട് ഞാൻ നോക്കിക്കോളാം. വീട് മാത്രമല്ല, പുള്ളിയുടെ ബിസിനസ് ഉണ്ട്, പുള്ളി കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ എല്ലാം എൻ്റെ കയ്യിലുണ്ട്, നീ പോയിട്ട് വാ എന്ന് പറയുന്ന ആ ഒരു ജസ്റ്റ് ദാറ്റ് വേർഡ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കോൺഫിഡൻസ് ആണ്. അതെ, സത്യം. അതില്ലാതെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതെ, ഇപ്പം മോളുടെ കാര്യം പറഞ്ഞു. ചേച്ചി തന്നെ നമ്മളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അച്ഛനും അമ്മയും അവരവരാണ് ഞങ്ങള്. അപ്പം ആ ഒരു പ്രോസസ്സിന്റെ സംഭവം അറിഞ്ഞറിഞ്ഞാൽ ഓക്കെ ഞങ്ങൾ ഒരു അച്ഛനും അമ്മയാവാൻ പോവാണ്, അങ്ങനെ അറിഞ്ഞിട്ട് വന്നതല്ല, പെട്ടെന്ന് വന്നതാണ്. അപ്പം റെസ്പോൺസിബിലിറ്റീസ് പെട്ടെന്ന് ഏറ്റെടുക്കേണ്ടി വന്നതാണ്. കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി ഒറ്റ കുട്ടിയായിട്ടാണ് വളർന്നത്. അപ്പം സിബ്ലിങ്സ് ഉണ്ടായിട്ടില്ല. അപ്പൊ എങ്ങനെ അവരെ ഡീൽ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പൊ ആ ഒരു കൺഫ്യൂഷനൊക്കെ എങ്ങനെയായിരുന്നു കൽക്കിയുടെ കാര്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്? എങ്ങനെയാണ് അവളെ വളർത്തിക്കൊണ്ടുവരുന്നത്? നിങ്ങൾ രണ്ടുപേരുടെ ഡിസ്കഷൻ എങ്ങനെയായിരുന്നു? ഡിസ്കസ് ഒന്നും ചെയ്തിട്ടില്ല. ആദ്യത്തെ ഒരു വർഷം ഉറങ്ങിയിട്ടില്ല. എല്ലാ പേരൻസിൻ്റെയും പോലെ തന്നെയാണ്. അവർക്കുണ്ടാവില്ല, കുഞ്ഞെന്തിനാ കരയുന്നതെന്ന് അറിയില്ല, അതിനെന്ത് കൊടുക്കണം എന്നറിയില്ല, എങ്ങനെ സമാധാനിപ്പിക്കണം എന്നറിയില്ല, എങ്ങനെ എൻ്റർടൈൻ ചെയ്യണം എന്നറിയില്ല. You just go through the process and try to find moments that you can enjoy. Slow down and enjoy those moments. അവൾ ഫസ്റ്റ് കമിഴുന്നതും ഫസ്റ്റ് എഴയാൻ തുടങ്ങുന്നതും ഇല്ല ആദ്യത്തെ വാക്ക് പറയുന്നതും ആദ്യത്തെ ചുവട് വെക്കുന്നതും ഇതെല്ലാം മൂമെൻറ്റ്സ് ആയിട്ട് മനസ്സിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവുക, ആ ഒരു സ്ലോനെസ് ഉണ്ടാവുക ജീവിതത്തിൽ. അത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് പിള്ളേർ അത്രേ ചെയ്യാൻ പറ്റുള്ളൂ.
നമ്മൾ പല പ്ലാനിങ്ങും ചെയ്യും, പക്ഷെ അവർക്കൊരു പേഴ്സണാലിറ്റി കോഡിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. നമുക്ക് ചാനൽ ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ലൊരു വ്യക്തിനെ ആണ് നമ്മൾ രൂപീകരിക്കുന്നേ എന്നുള്ള ഒരു ചെറിയൊരു സംഭവം നമുക്ക് ചെതുക്കി കൊടുക്കാം, അത്രേ ഉള്ളൂ. അതിനെക്കാളും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ അവരുടെ വഴിക്ക് വിടുക. Make sure they don't get into trouble. Make sure they don't become a bad human being. Make sure they stay kind. അത്രയൊക്കെ പറ്റുള്ളൂ. ദിവ്യനെ അച്ഛനമ്മയും വളർത്തിയ അതേ പ്രോസസ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്, അതോ സിമിലർ? പഠനം അവിടെ നിന്ന് തന്നെയാണ്. And I think I turned out to be okay. വലിയ തെറ്റില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എങ്ങനെയായിരുന്നു? ഞാൻ കൊച്ചിലെ പാവമായിരുന്നു. വലിയ നോട്ടി ആണെന്നൊന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അച്ഛനമ്മ അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഒറ്റ കുട്ടി ആയതുകൊണ്ട് ഐ വാസ് ഓൾവേസ് ഇൻ മൈ ഓൺ വേൾഡ്. എൻ്റെ ഒരു കാൽപ്പനിക ലോകത്തിൽ എൻ്റെ മേക്ക് ബിലീവ് എൻ്റെ പാവക്കുട്ടികളുടെ കൂടെയും അല്ലെങ്കിൽ പാട്ട് പാടുക, അവിടെ നടക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ തന്നെ എന്റർടൈൻ ചെയ്തുകൊണ്ട് നടക്കും. ഇൻഫാക്ട് ഐ സി എ ലോട്ട് ഓഫ് ദാറ്റ് ഇൻ മൈ ഡോട്ടർ as well. അവളും നമ്മൾ രണ്ടുപേരും ബിസി ആണെങ്കിൽ അവൾ തന്നെ എന്തെങ്കിലും പടം വരച്ചുകൊണ്ടിരിക്കും, സ്വന്തമായിട്ട് സംസാരിക്കും. അവൾ ടീച്ചറും അവളുടെ പാവക്കുട്ടികൾ സ്റ്റുഡൻസ് ആണെന്നൊക്കെ പറയും. അങ്ങനെ എന്തൊക്കെയൊക്കെ ചെയ്യും. സംടൈംസ് ഷീ പ്രിറ്റൻസ് ദാറ്റ് ഈസ് എ ഹോട്ടൽ മാനേജർ. എൻ്റെ കൂടെ ഇടയ്ക്ക് ഹോട്ടലിൽ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ അവളാണ് ഹോട്ടൽ മാനേജർ. റൂം ഇതാണ് ബെഡ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാം. സോ ഷീസ് വെരി ഇമാജിനേറ്റീവ്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ അമ്മമാർ നമ്മളോട് എന്തെങ്കിലും പറയാറില്ലേ, നമ്മൾ അവരെ എതിർത്ത് കഴിഞ്ഞാൽ പറയും നീയൊക്കെ ഒരു അമ്മയാവുമ്പോഴാണ് മനസ്സിലാക്കുള്ളൂ എന്ന്. അന്നത്തെ അമ്മേനെ എതിർത്തുന്ന സംഭവങ്ങൾ ഇപ്പൊ ഞാൻ ആ അമ്മയായി മാറിയെന്ന് തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ വലിയ കാര്യങ്ങളിൽ ലക്കിലി അതുണ്ടായിട്ടില്ല. ഐ തിങ്ക് കൽക്കിയുടെ എൻ്റെ വേവ് ലെങ്ത് നല്ല സിങ്കാണ്. സോ അമ്മ നീ നോയിക്കോ എന്ന് പറയുന്ന കാര്യം ഇതുവരെ നടന്നിട്ടില്ല, പക്ഷെ നടക്കും. ടീനേജ് വരുമല്ലോ, അപ്പോൾ നടക്കും. ഇപ്പം നോർമലാണ്, കുഴപ്പമില്ല. ഞാനാണ് അവളുടെ ഹീറോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഒറ്റക്കുട്ടിയായിട്ട് വളർന്നതെന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും ഒറ്റക്കുട്ടികളുടെ സങ്കടങ്ങൾ കേൾക്കാറുണ്ട്. അന്നത്തെ ഇപ്പം ഫെയിം ഉണ്ടായിരുന്നു, സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അന്നും ഈ ഒറ്റക്കുട്ടിയുടെ സങ്കടം എപ്പോഴെങ്കിലും ബാധിച്ചിട്ടുണ്ടായിരുന്നോ? ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അന്നും എനിക്ക് ഒരു സഹോദരനായിരുന്നു അന്ന് വേണമെന്നുണ്ടായിരുന്നു. ഇന്ന് സിബ്ലിംഗ് ആരായാലും കുഴപ്പമില്ല, ചേട്ടനോ ചേച്ചിയോ അനിത്യോ ആരായാലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒറ്റക്കുട്ടിയായിട്ട് വളരുന്ന ആ ഒരു അത് സിബ്ലിങ്സ് ഉള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. മോക്കുണ്ടോ സിബ്ലിങ്സ് ഉണ്ടോ? ഈ വാഴയുടെ പ്രൊമോഷൻ വന്നപ്പോഴത്തേക്ക് ആ ഒരു സംഭവം വന്നില്ലേ, ഇറ്റ് ഈസ് റിയലി ട്രൂ. ആ ഒരു ഐസൊലേഷൻ എന്നുള്ളത് ചെറുപ്പത്തിൽ വേറെ രീതിയിലായിരിക്കും അത് മാനിഫെസ്റ്റ് ചെയ്യുക. നമുക്ക് കളിക്കാൻ ഒരാളില്ല, ഇല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളോ സീക്രറ്റ്സ് പങ്കുവിടാൻ ആരും ഇല്ല എന്നുള്ളതായിരിക്കും ചെറുപ്പത്തിൽ വരാം. കുറച്ച് മുതിർന്ന് നമ്മുടെ മധ്യവയസ് അവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മുടെ പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ മാത്രമായിരിക്കും നോക്കേണ്ടത്. അതിൻ്റെ ആ ഒരു ടെൻഷൻസും അത് പ്ലാൻ ചെയ്യാനുള്ള അത് പങ്കുവെക്കാൻ ഒരാളില്ല. നമ്മൾ വളർന്ന അതേ സാഹചര്യത്തിൽ വളർന്ന വേറൊരാൾ, നമ്മുടെ ജീവിതത്തിനെ കാണുന്ന ആ കാഴ്ചപ്പാടിന് സിമിലർ ആയിട്ടുള്ള ഒരാൾ, അതിൻ്റെ ഒരു ചാലഞ്ചസ് ഉണ്ട്. അത് പങ്കുവെക്കാൻ ഒരാളില്ല. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു താൽക്കാലികത ഉണ്ടല്ലോ, ബിക്കോസ് വി ആർ ഓൾ ടെമ്പററി ക്രീച്ചേഴ്സ്. ആ എൻഡ് പോർഷൻ വരുമ്പോൾ ഞാൻ ലോൺലി ആയി പോകുമോ? ബിക്കോസ് നമ്മുടെ പിള്ളേർ നമ്മളെ നോക്കണം എന്നൊന്നുമില്ല, അത് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടും കാര്യമില്ല. ആ ഒരു ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫിലോട്ട് പോകുമ്പോഴത്തേക്കും സിമിലർ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി, നമുക്ക് എന്തും തുറന്നു പറയാവുന്ന, നമ്മുടെ 100% നമുക്ക് വേണ്ടി നന്മ വിചാരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് ബെനിഫിറ്റ്. അതില്ലാണ്ട് പോകുന്നത് ഇറ്റ് ഇസ് ഒരു ലോൺലി ആയിട്ടുള്ള ഒരു സാധനം. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ഇന്നിങ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ, അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു പടത്തിനെ പറ്റിയിട്ടുണ്ട്, ബ്ലാസ്റ്റ്. യെസ്, ബ്ലാസ്റ്റ് ആയിരുന്നു. അതെ, എന്താ കാണിക്കുന്നുണ്ടായിരുന്നു? ഇതെങ്ങനെ സംഭവിച്ചേ? നമ്മൾ ഞെട്ടിപ്പോയി, സത്യത്തില് ഞാനും ഞെട്ടിപ്പോയി. ഇതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രോസസ്? എങ്ങനെയായിരുന്നു? ഒരു മാർഷൽ ആർട്സ് പഠിച്ചു എന്ന് പറഞ്ഞു, ട്രെയിൻ ചെയ്തു. പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ ഈ ഒരു ഏജിൽ കൈയും കാലൊക്കെ വഴങ്ങുന്നു, അങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു? പിന്നെ ഡെയിലി വേദനയായിരുന്നു. ഡെയിലി ഷൂട്ട് കഴിഞ്ഞ് ആ ഷൂട്ടിന്റെ അഡ്രിനലിൻ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യും. റിഹേഴ്സൽ ചെയ്യും, 10 പ്രാവശ്യം റിഹേഴ്സൽ ചെയ്യും, പിന്നെ ടേക്ക് ചെയ്യും, പിന്നെയും റീടേക്ക് ചെയ്യും, പിന്നെ ആ ആംഗിൾ എന്ത് ചെയ്യും, ഈ ആംഗിൾ എന്ത് ചെയ്യും. നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. വൈകുന്നേരം ഹോട്ടലിൽ വരുമ്പോഴാണ് എൻ്റെ നടുവേന എടുക്കുന്നു, കാലുവേന എടുക്കുന്നു, കൈവേന എടുക്കുന്നു, അവിടെ ഇവിടെയൊക്കെ നീലിച്ചിരിക്കുന്നു. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല. ഒരു 20 days ഷൂട്ടിൽ ഒരു 15 ദിവസം എനിക്ക് ഫൈറ്റ് ആയിരുന്നു. ബട്ട് ഇത്രത്തോളം അത്
ഓഡിയൻസ് സ്വീകരിക്കുന്നോ ഇല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഹിറ്റ് ആവുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് 5 times ദ ബഡ്ജറ്റിൻ്റെ ഇത് വരും, ഇത് തിരിച്ചു കിട്ടും എന്നുള്ളത് നമ്മൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഏറ്റവും ആദ്യം ഇവിടെ കേരളത്തിലാണ് അത് ഹിറ്റായത്. ഏറ്റവും അധികം, അതെ, കേരളത്തിൽ നിന്നാണ് ഏറ്റവും അധികം അതിന് ലവ് കിട്ടിയതും. ആൻഡ് ഓൾ ഏജസ്. അതെ, എനിക്ക് ആക്ച്വലി എൻ്റെ സിനിമകൾ ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പരിചയം ഉണ്ടാവണം എന്നില്ല. ബട്ട് ഇപ്പോൾ 10 വയസ്സ് കുട്ടികൾ, 10-12 വയസ്സ് പിള്ളേരൊക്കെ വന്നിട്ട് ബ്ലാസ്റ്റ് മാഡം എന്ന് പറഞ്ഞ് സംസാരിക്കും. ആക്ച്വലി റിയലി വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഒരു 10-20 വർഷത്തിന് ശേഷമല്ല അർജുൻ സാറിന്റെ കൂടെയും അതെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അതിന് ആക്ഷൻ തന്നെ. അതെ, അദ്ദേഹം ഒരു ആക്ഷൻ കിങ് ആണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും അതെങ്ങനെ പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടുണ്ടായി? എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നു. അത് ഫുൾ സപ്പോർട്ട് ഓഫ് നമ്മുടെ ഫൈറ്റ് ടീം, സ്റ്റണ്ട് മാസ്റ്ററും ഓൾ ദ ഫൈറ്റേഴ്സും. അവർ ഐ തിങ്ക് ഇറങ്ങി നമ്മളെ കൊണ്ട് പണി എടുപ്പിച്ചു. ബിക്കോസ് അവർക്ക് വല്ലപ്പോഴും ഒക്കെ ഒരു ഫീമെയിലിന്റെ കൂടെ ഫൈറ്റ് സീക്വൻസസ് ചെയ്യാൻ കിട്ടും. അത് ശരിക്കും അവർ മുതലെടുത്തു, ഞങ്ങളെ കൊണ്ട് നല്ലപോലെ മുതലെടുപ്പിച്ചു. അതെ, ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ലോ ആൻഡ് ഓർഡർ ആയിട്ട് മലയാളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ട്രെയിലർ കണ്ടു, പക്ഷെ അതിൽ ചെറിയൊരു ഗ്ലിംസേ കാണുന്നുള്ളൂ. അത്രേ ഉള്ളൂ. ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും എന്ന് ആ ഒരു ഇരുട്ടിൽ നിന്ന് വരുമ്പോൾ തോന്നുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ലോ ആൻഡ് ഓർഡറിൽ സംഭവിക്കുന്നത്? അയ്യോ, എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. ലീഗൽ ആസ്പെക്ട്സ് ഉണ്ട്, ക്രൈം ഉണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലുള്ള ഫാമിലി ഇമോഷനും ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ലോ ആൻഡ് ഓർഡർ. എന്താ ക്യാരക്ടർ വരുന്നത്? പറയാൻ പറ്റുന്നതാണോ? പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വെരി ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഹൈലി വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ലോയറാണ്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇറ്റ്സ് എ വെരി സ്വീറ്റ് ക്യാരക്ടർ. വളരെ വൾണറബിലിറ്റീസും എല്ലാം തികഞ്ഞൊരു വ്യക്തി എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് അവരുടെ അപാകതകളുണ്ട്, അവരുടെ ഫോൾട്ട്സ് ഉണ്ട്, അവരുടെ നല്ല വശങ്ങളുണ്ട്. ഇതെല്ലാത്തിലും കൂടെ കടന്നു പോകുന്ന ഒരു ലേഡിയുടെ ക്യാരക്ടറാണ്. ഞാൻ നേരത്തെ മഞ്ജു ചേച്ചിയോട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, പോസ്റ്ററിൽ ചേച്ചി ഫോട്ടോ ഉണ്ട്, പക്ഷെ പ്രായമാക്കാൻ നോക്കിയിട്ടും അങ്ങോട്ട് പറ്റുന്നില്ല. ഒന്ന് ഇച്ചിരിയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ആ മുഖത്താ പ്രായം കാണുന്നില്ല, നരയിലെ പിടിച്ചു നിന്നിട്ടുള്ളൂ. എന്താണ് അതിന്റെ സീക്രട്ട്? എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് ആ ഒരു ഏജിലൊക്കെ അങ്ങോട്ട് ഇതായിട്ടില്ല. ആ ഒരു ഹെയർ നോക്കുമ്പോൾ നമുക്ക് ഓക്കെയാണ്. അപ്പൊ ഇത്തിരി ഒരു മെച്ചുവേർഡ് ക്യാരക്ടർ ആണോ അതിനകത്ത്? മെച്ചുവേർഡ് എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന ഒരു മകന്റെ അമ്മ. പക്ഷെ അവർക്ക് കുറച്ചൊരു വൈയായികയുണ്ട്, അതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അല്ലാതെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി late 40s ഒക്കെ ഉള്ളൂ. എൻ്റെ പ്രായത്തിനേക്കാളും ഒരു 5-6 വയസ്സ് മൂപ്പ്, അത്രേ ഉള്ളൂ. ജോർജ് സാറിനൊപ്പാണ്. അതെ, ജോർജ് സാർ ഇവിടെ തരംഗം തീർത്ത ഒരു മനുഷ്യനാണ്. അതിൽ വെറുപ്പിച്ചു. ഇവിടെ എങ്ങനെയാ പറഞ്ഞത്? വെറുപ്പിക്കലല്ല, വെറുപ്പിക്കൽ ഒട്ടുമല്ല. വളരെ എൻഡ്യൂറിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിയുടെ ആ ഒരു ഐഡന്റിറ്റി തന്നെ ജോർജ് സാർ എന്നായി മാറി. പക്ഷേ ഈസ് വെരി വെരി സ്വീറ്റ്, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ ആ ആഡ് ഹിസ്റ്ററി ഒക്കെ നോക്കുവാണെങ്കിൽ എന്തോ ഒരു ആഡ്സ് നമ്മൾ ഡെയിലി കണ്ട് ഭ്രമിച്ച ആഡുകൾക്കൊക്കെ പിന്നിലുള്ള പ്രവർത്തിച്ച ബ്രെയിൻ ഇതാണെന്ന് അറിയുമ്പോഴത്തേക്കും ശരിക്കും എനിക്ക് അറിയാത്ത കുറേ ആഡ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഓ അതും താങ്കളായിരുന്നോ എന്നുള്ള രീതിക്ക് ഞാൻ സംസാരിച്ചായിരുന്നു പ്രകാശേട്ടൻ്റെ അടുത്ത്. പക്ഷെ ഇതിൽ ഈസ് എ വെരി ജെന്യുവിൻ, വെരി ബോൾഡ്, സ്ട്രേറ്റ് ഫ്രം ദ ഹാർട്ട് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. രഞ്ജിത്ത് സാറിൻ്റെ മൂവിയാണ്. അപ്പം ഈ ഒരു ഫിലിമിലേക്ക് ലോ ആൻഡ് ഓർഡറിലേക്ക് ആകർഷിച്ചൊരു ഫസ്റ്റ് ഫാക്ടർ രഞ്ജിത്ത്, ഡയറക്ടർ ബൈ രഞ്ജിത്ത് എന്നുള്ള സംഭവം തന്നെയായിരുന്നു. അതെ, രഞ്ജിത്തേട്ടൻ തന്നെയാണ് വിളിച്ചത്. ഞാൻ അടുത്ത് ചെയ്യുന്ന പടത്തിൽ നല്ലൊരു ക്യാരക്ടറുണ്ട്, ചെറിയ ക്യാരക്ടറാണ്, ഒരു 8-10 ദിവസത്തിൻ്റെ വർക്കേ ഉള്ളൂ. പക്ഷേ ആങ്കർ ഓഫ് ദ മൂവി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അതിൻ്റെ ഹാർട്ട് ഓഫ് ദ മൂവി ആണെന്ന് പറഞ്ഞു. ശരി, ഡെഫിനറ്റ്ലി രഞ്ജിത്തേട്ടനോട് വർക്ക് ചെയ്യണമെന്ന് കുറച്ച് ആളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. എനിക്ക് മലയാളം മൂവീസും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. സോ എല്ലാം കൂടെ ഒത്തു വന്നപ്പോഴത്തേക്കും, നല്ല ടീം എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോഴത്തേക്കും യെസ് പറഞ്ഞു. ഒരു ഗ്രൂപ്പ് ഓഫ് യങ്സ്റ്റേഴ്സും പുതുമുഖങ്ങളും ഭാഗമാവുന്നുണ്ട്. സത്യത്തിൽ എന്ത് ജോണറിൽ പറയുന്ന ഒരു കഥയായിരിക്കും? അതുപോലെ തന്നെ എന്തായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ലോ ആൻഡ് ഓർഡറിൽ? ക്രൈം ഉണ്ട്, അതിൻ്റെ ഒരു റിവെഞ്ച് ആസ്പെക്റ്റ് ഉണ്ട് ഇതിൽ. പിന്നെ ആ ഒരു ഫയർ ഉണ്ടല്ലോ, ഒരു പറ്റം യങ് പോലീസ്മെൻ, അവർക്ക് കിട്ടുന്ന ഒരു ഹൈ ഒക്ടെയിൻ കേസ്, അതിനെ സോൾവ് ചെയ്യുന്ന ആ ഒരു ജേർണി, ആ ഒരു ഫാസ്റ്റ് പേസ് സംഭവമുണ്ട്. ഒരു എന്താ പറയണേ, ഒരു ഏർലി 2000s
ആ ഒരു പോലീസ് സ്റ്റോറീസ് കുറേ വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പൊ സുരേഷ് ഏട്ടൻ ചെയ്തത് അങ്ങനത്തെ ആ ഒരു റേഞ്ചിലുള്ള സ്റ്റോറീസ് ഉണ്ടല്ലോ, ഏകദേശം ആ ഒരു മീറ്ററാണ് ഇതിന്. സോ ഇപ്പോഴത്തെ ജനറേഷന് ഉള്ള ആ ഒരു പേസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ. ഇത് കുറച്ചുകൂടെ ഒരു നൊസ്റ്റാൾജിയ ഫാക്ടർ ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഫീലും എനിക്ക് അങ്ങനെയാണ്. ഞാൻ പടത്തിൻ്റെ ചെറിയ ചെറിയ പീസസ് ഒക്കെ കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഈ നൊസ്റ്റാൾജിയ ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യുന്ന വേറൊരു ക്യാരക്ടറും കൂടെ അതിലുണ്ടെന്ന് നമ്മൾ ചെറുതായിട്ടൊരു റൂമറൊക്കെ കേട്ടു. എനിക്കറിയില്ല, ചോദിക്കാൻ പാടുമോ എനിക്കറിയില്ല. അതിനെ പറ്റി പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ കണ്ടല്ലോ, കൈകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളല്ലേ, ഞാൻ പറയണോ? അത് ഈ ആ ഒരു എലമെന്റും ഈ ലോ ആൻഡ് ഓർഡറിന് ഒരു ഹൈപ്പ് എന്നുള്ള സംഭവം എത്രത്തോളം വർക്ക് ചെയ്യും? ഹൈപ്പ് എന്ന് പറയാൻ അറിയില്ല. ഐ തിങ്ക് ഡെഫിനറ്റ്ലി അതെങ്ങനെ ആ ഒരു ക്യാരക്ടറിനെ തിരിച്ച് നമ്മൾ സ്ക്രീനിൽ കാണും, ഈ സ്റ്റോറി ആയിട്ട് അതെങ്ങനെയാണ് മേർജ് ചെയ്യുന്നതെന്നുള്ളത് കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതെനിക്ക് പോലും ശരിക്കും അറിയത്തില്ല. എനിക്ക് മൊത്തം സ്റ്റോറിയുടെ ഒരു വൺ ലൈൻ പോലെ അറിയാം, പക്ഷെ എക്സാക്ട്ലി എങ്ങനെയാണ് എല്ലാം കൂടെ ഒത്തുചേർന്ന് വരുന്നത് എന്നുള്ളത് എനിക്കും അറിയില്ല. സോ ആസ് എൻ ഓഡിയൻസ് എനിക്കും ഐ എം വെരി ക്യൂരിയസ് ടു സീ. വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ്. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാളത്തിലേക്ക് വരുന്നത് നല്ലൊരു ചിത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ആ ഒരു സംഭവം തിയേറ്ററിൽ കിട്ടട്ടെ. ഇനി ഇവിടെയും കുറെ സിനിമകൾ വരാനുണ്ട്, ബ്ലാസ്റ്റ് പോലുള്ളതൊക്കെ ഇവിടെയും സംഭവിക്കണം. അതെ, അങ്ങനത്തെ ഉള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ്. അപ്പം ഇനി വരാൻ പോകുന്ന എല്ലാ മൂവീസിനും എല്ലാ പ്രൊജക്ടിനും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.